السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. أما بعد. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അസ്മായിൽ, അവൻ്റെ ഉത്തമമായ പേരുകളിൽ അൽ ഖരീബ്, അൽ മുജീബ് എന്നീ രണ്ട് പേരുകളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഈ രണ്ടു പേരും, ഖരീബും മുജീബും, ഒരൊറ്റ സ്ഥലത്ത് മാത്രം ഒരുമിച്ച് വന്നത് നമുക്ക് ഖുർആനിൽ കാണാം. സൂറത്ത് ഹൂദിലെ 61-ാമത്തെ ആയത്താണത്. വഇലാ സമൂദ അഖാഹും സാലിഹാ ഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു ഹുവ അൻശഅകും മിനൽ അർദി വസ്തഅമറകും ഫീഹാ ഫസ്തഗ്ഫിറൂഹു ثم توبوا ഇലൈഹി ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്. അല്ലാഹു പറയുകയാണ്, വഇലാ സമൂദ, സമൂദ് ഗോത്രത്തിലേക്ക് നാം നിയോഗിച്ചു, അഖാഹും സാലിഹ, അവരുടെ സഹോദരനായ സാലിഹിനെ, അഥവാ സാലിഹ അലൈഹിസ്സലാം കുടുംബ ബന്ധത്താൽ അവരുടെ സഹോദരനായിരുന്നു, അവരുടെ ഗോത്രക്കാരനായിരുന്നു. ഈ ലോകത്ത് നിലവിലുള്ള സഹോദരി ബന്ധമെന്നാൽ അത് രണ്ടെണ്ണമാണ്. ഈ ലോകത്ത് ആളുകൾക്കിടയിൽ നിലവിലുള്ള സഹോദര്യ ബന്ധം, ഉഖൂവത്ത് എന്നത് രണ്ട് കാര്യമാണ്. ഒന്ന് നസബിലെ സഹോദരൻ, അഥവാ കുടുംബത്തിലെ സഹോദരൻ. ഒരാൾ അയാളുടെ ഉമ്മാക്കും ഉപ്പാക്കും ജനിച്ച മകനാണ്, സഹോദരനാണ്. അല്ലെങ്കിൽ അയാളുടെ പിതാവിന് ജനിച്ച സഹോദരനാണ്, അല്ലെങ്കിൽ അയാളുടെ മാതാവിന് മറ്റൊരു ഭർത്താവിന് ജനിച്ച സഹോദരനാണ്. ഈ അർത്ഥത്തിൽ സഹോദരൻ, കുടുംബത്തിലെ സഹോദരൻ. രണ്ടാമത്തേത് അൽ ഉഖൂവത്തുൽ ഈമാനിയ, ഈമാനികമായ സഹോദരൻ, ഈമാനിലെ സഹോദരൻ. അഥവാ അള്ളാഹു പറഞ്ഞതുപോലെ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനുകൾ പരസ്പരം സഹോദരങ്ങളാണ്. മുഅ്മിനുകൾ പരസ്പരം സഹോദരങ്ങളാണ്, മുസ്ലിമീങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്. ഈ രണ്ട് സഹോദര്യമാണ് മനുഷ്യർക്കിടയിലുള്ള സഹോദര്യം, ഉഖൂവത്ത് എന്ന് പറയുന്നത്. അതല്ലാതെ ഒരു ഉഖൂവത്ത്, സഹോദര്യം എന്ന് പറയുന്നത് ഇല്ല. മറ്റു ബന്ധങ്ങളാണുള്ളത്. അയൽവാസി എന്ന ബന്ധമുണ്ടാകും, അതുപോലെ സാഹിബു ബിൽ ജംബ് എന്ന ബന്ധമുണ്ടാകും. കൂടെ യാത്ര ചെയ്യുന്നവരും ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരും ഒരേ ഇടത്ത് കഴിയുന്നവരും, ഇങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടാകും. എന്നാൽ അവരോടുള്ള ഇടപാടുകൾ ദീനിലുണ്ട്, അവരോടുള്ള മുആമലത്തുകൾ, അവരുമായുള്ള ഇടപാടിൽ പാലിക്കേണ്ട മര്യാദകളുണ്ട്. പക്ഷെ സഹോദര്യ ബന്ധം എന്നാൽ ഈ രണ്ടെണ്ണമാണ്. അള്ളാഹു പറയുന്നു, വഇലാ സമൂദ അഖാഹും സാലിഹ, സമൂദ് ഗോത്രത്തിലേക്ക് നാം അവരുടെ സഹോദരൻ സാലിഹിനെ നിയോഗിച്ചു. ഈ രൂപത്തിൽ നബിമാരെ കുറിച്ച് പറഞ്ഞതെല്ലാം അവരുമായുള്ള അവരുടെ ഗോത്രത്തിൽപ്പെട്ട സഹോദര്യ ബന്ധം ഉണ്ട് എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നബിമാരിൽ പലരെയും കുറിച്ച് ഇങ്ങനെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഖാല യാ ഖൗമി അബ്ദുല്ലാഹ്, സാലിഹ് അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞു, ഓ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹില്ല. ഹുവ അൻശഅകും മിനൽ അർദി വസ്തഅമറകും ഫീഹാ ഫസ്തഗ്ഫിറൂഹു ثم توبوا ഇലൈഹി ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്. അള്ളാഹു അവനാണ് നിങ്ങളെ ഭൂമിയിൽ നിന്ന് വളർത്തിക്കൊണ്ടുവന്നത്, ഭൂമിയിൽ നിങ്ങളെ താമസിപ്പിച്ചത് അവനാണ്. ഫസ്തഗ്ഫിറൂഹു ثم توبوا ഇലൈഹി,
അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടുക, അവനിലേക്ക് ഖേദിച്ചു മടങ്ങുക. ഇന്ന റബ്ബി ഖരീബും മുജീബ്, എൻ്റെ റബ്ബ് ഖരീബും മുജീബുമാണ്. നോക്കൂ, ഈ ആയത്തിൽ മാത്രമാണ് ഈ രണ്ട് പേരുകൾ ഒരുമിച്ച് ഖുർആനിൽ വന്നിട്ടുള്ളത്. സൂറത്ത് ഹൂദിൽ 61-ാമത്തെ ആയത്ത്. മറ്റൊരു കാര്യം, അള്ളാഹുവിൻ്റെ മുജീബ് എന്ന പേര് ഈ ആയത്തിൽ മാത്രമാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഖരീബ് എന്ന പേര് ഈ ആയത്തിനോടൊപ്പം ഖുർആനിലെ മറ്റ് രണ്ട് ആയത്തുകളിൽ കൂടി വന്നിട്ടുണ്ട്. സൂറത്ത് ഹൂദിലെ ഈ ആയത്തിനോടൊപ്പം ഖരീബ് എന്ന പേര് ഖുർആനിൽ മറ്റു രണ്ട് ആയത്തുകളിൽ കൂടി വന്നിട്ടുണ്ട്. ഒന്ന് സൂറത്തുൽ ബഖറയിലാണ്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ വഇദാ സഅലക ഇബാദി അന്നി, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ അടുത്തുള്ളവനാണ്. ഖരീബ്, ഞാൻ അടുത്തുള്ളവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, എങ്ങനെയാണ് അള്ളാഹു അടുത്തുള്ളവനാണെന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ അർത്ഥം? ഞാൻ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക, ഇജാബത്തു ദുആ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക എന്ന വിശേഷണം കൊണ്ട് അള്ളാഹു അടുത്തുള്ളവരാണ്. അതാണ് അവിടെ അർത്ഥം. സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ ആയത്ത്. ഈ ആയത്തിൻ്റെ പ്രത്യേകത, നോമ്പിനെ കുറിച്ചുള്ള ഖുർആനിലെ പരാമർശത്തിൻ്റെ അടുത്താണ് ഈ ആയത്ത് വന്നിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അയ്യാമൻ മഅദൂദാത്ത് എന്ന് തുടങ്ങുന്ന നോമ്പിനെ കുറിച്ചുള്ള ആയത്തുകൾ. അതിനുശേഷം നിങ്ങൾ മുസ്ഹഫ് എടുത്താൽ അതേ പേജിൽ കാണാം, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ ഖരീബാണ്, അടുത്തുള്ളവനാണ്. നോമ്പും ദുആവുമായുള്ള ബന്ധം അതിലൂടെ മനസ്സിലാക്കാം. റമദാൻ അത് ദുആഇൻ്റെ മാസമാണ്, പ്രാർത്ഥനയുടെ മാസമാണ്. മുസ്ലിമീങ്ങൾ ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന മാസമാണത്. നന്മകൾ ധാരാളം ആളുകളിൽ നിന്നുണ്ടാകുന്ന മാസമാണ്. അതുകൊണ്ടാണ് ആ മാസം ഒരുപാട് ആളുകളിൽ ആ മാസം കടന്നു പോകുമ്പോഴേക്കും ധാരാളം നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഏറ്റവും നല്ല അവസ്ഥയിൽ നാം ആയിരിക്കെ, ആരോഗ്യത്തിലും അതുപോലെ ഈമാനിലുമായിരിക്കവേ റബ്ബ് സുബ്ഹാനഹു വ തആല ആ മാസം നമുക്ക് എത്തിച്ചു നൽകുമാറാകട്ടെ. اللهم بلغنا رمضان ونحن في صحة وعافية وإيمان ووفقنا للصيام والقيام وقراءة القرآن واقبل أعمالنا منا يا رب العالمين. നോക്കൂ, ഇതാണ് ഒരു ആയത്ത്. മറ്റൊന്ന് സൂറത്തു സബയിലെ 50-ാമത്തെ ആയത്താണ്. അള്ളാഹു പറഞ്ഞു, ഖുൽ ഇൻ ضللت فإنما أضل على نفسي وإن اهتديت فبما يوحي إلي ربي إنه سميع قريب. പറയൂ നബിയെ, ഇൻ ضللت, ഞാൻ വഴികേടിലാണെങ്കിൽ, فإنما أضل على نفسي, ഞാൻ വഴികേടിലാവുക എന്നത് അതിൻ്റെ ദൂഷ്യം ബാധിക്കുക എന്നെ തന്നെയാണ്. അഥവാ മുശ്രിക്കുകൾക്ക് മറുപടിയാണിത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സത്യമാർഗത്തിലല്ല എന്ന് പറയുന്ന കുഫാറുകൾക്കുള്ള മറുപടി അതിലുണ്ട്. ഞാൻ വഴികേടിലാണെങ്കിൽ അതിൻ്റെ പ്രയാസം എന്നെ ബാധിക്കും, നിങ്ങൾ വഴികേടിലാണെങ്കിൽ നിങ്ങൾക്കത് ബാധിക്കും എന്നതുപോലെ. ഞാൻ ഹിദായത്തിലാണ് എങ്കിൽ, സന്മാർഗത്തിലാണ് എങ്കിൽ, ഫബിമാ യൂഹി ഇലയ്യ റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് വഹി നൽകിയത് കൊണ്ടാണത്. നോക്കണം, രണ്ടു പറഞ്ഞപ്പോഴുള്ള വ്യത്യാസം നോക്കൂ നിങ്ങൾ. ബദാലത്ത് അത് അവനവനിലേക്കാണ് ചേർത്തി പറഞ്ഞത്, അതിൻ്റെ ദൂഷ്യം അവനവനിലേക്കുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഹിദായത്ത് പറഞ്ഞ ഉടനെ അത് തൻ്റെ മേന്മയായിട്ടല്ല പറയുന്നത്, പിന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, അവൻ വഹി നൽകിയത് കൊണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാരും അതുപോലെ അറിവുള്ള ആളുകളും ഗ്രന്ഥങ്ങൾ രചിക്കുമ്പോൾ അവർ പറയുന്നത് കാണാം, അവരതിൻ്റെ ആമുഖത്തിലും മറ്റും എഴുതുന്നത് കാണാം, ഇതിലെ നന്മകൾ, ഇതിലെ ശരികൾ അതെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താലാണ് ഈ ശരിയായത് എനിക്ക് എഴുതാൻ സാധിച്ചത്. എന്നാൽ ഇതിൽ വല്ല തെറ്റും സംഭവിച്ചാൽ ഫമിന്നീ വമിന ശൈത്താൻ, അതെൻ്റെ ഭാഗത്തു നിന്നുണ്ടായതാണ്, അത് പിശാചിനെ കൊണ്ടുണ്ടായതാണ്.
അത് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്. അത് പിശാചിൻ്റെ ഉപദ്രവം കൊണ്ട് സംഭവിച്ചതാണ്. അള്ളാഹുവും അവൻ്റെ റസൂലും ഇതിൽ നിന്ന് അതുമായി യാതൊരു ബന്ധവുമില്ല. ഈ തെറ്റുമായി അള്ളാഹുവിനോ അവൻ്റെ റസൂലിനോ സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു ബന്ധവുമില്ല. നോക്കൂ, എന്നിട്ട് ആയത്തിൻ്റെ അവസാനം എന്താണ്? ഇന്നഹു സമീഉൻ ഖരീബ്. എൻ്റെ റബ്ബായ അള്ളാഹു അവൻ സമീഉൻ ഖരീബുമാണ്. അവൻ വിളി കേൾക്കുന്നവനാണ്, അവൻ സമീപസ്ഥനാണ്, അടുത്തുള്ളവനാണ്. അഥവാ അവൻ പ്രാർത്ഥന കേട്ടുകൊണ്ട് അടുത്തുള്ളവനാണ്. പ്രാർത്ഥന കേൾക്കുക, വാക്കുകൾ കേൾക്കുക എന്ന വിശേഷണം കൊണ്ട് അവൻ അടുത്തുള്ളവനാണ്. അതാണ് അതിൻ്റെ അർത്ഥം. അതേസമയം റബ്ബ് സുബ്ഹാനഹു വ തആല മുകളിലാണുള്ളത്, 7 ആകാശങ്ങൾക്ക് മുകളിലാണുള്ളത്. എന്താണ് പറഞ്ഞതിൻ്റെ ചുരുക്കം? സമീഅ, ഖരീബ്, മുജീബ് എന്നീ 2 പേരുകൾ, ഇത് രണ്ടും ഒരുമിച്ച് വന്നിട്ടുള്ളത് സൂറത്ത് ഹൂദിലെ ആയത്തിലാണ്. ഖുർആനിൽ ഒരേ ഒരിടത്ത് ആ ആയത്തിലാണ് മുജീബ് എന്ന പേര്, അവിടെ മാത്രമേ ഉള്ളൂ. ഖരീബ് എന്ന പേര് ആ ആയത്തിൻ്റെ കൂടെ മറ്റു 2 ആയത്തുകളിൽ കൂടി വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. നോക്കൂ, എന്താണ് ഈ പേരിൻ്റെ അർത്ഥം? അൽ ഖരീബ്, മുജീബ് എന്നീ റബ്ബിൻ്റെ 2 പേരുകളുടെ അർത്ഥം എന്താണ്? ഖരീബ് എന്നാൽ അവൻ്റെ ഖുർബ് എന്ന വിശേഷണമാണ് അത് സൂചിപ്പിക്കുന്നത്. ഖുർബ് എന്നാൽ അടുത്തുണ്ടാവുക എന്നത്, അടുത്തുണ്ടാവുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഖരീബ് അടുത്ത്, അതിൻ്റെ വിപരീതമാണ് ബഈദ്, അകലെ ഉള്ളത് എന്നർത്ഥം. ഖരീബ് എന്നാൽ അടുത്തുള്ളത്. അള്ളാഹുവിൻ്റെ ഖുർബ് എന്നാൽ എന്താണ്? അള്ളാഹു അടുത്തുള്ളവനാണെന്ന് പറഞ്ഞാൽ, റബ്ബ് സുബ്ഹാനഹു വ തആല അടുത്തുള്ളവനാണെന്ന് പറഞ്ഞാൽ അത് 2 രൂപത്തിലാണ്. ഒന്ന് ഖുർബുൻ ബിസിഫാതിഹി, 2 ഖുർബുൻ ബിദാതിഹി. ഒന്ന് ഖുർബുൻ ബിസിഫാതിഹി, അള്ളാഹു അവൻ്റെ വിശേഷണങ്ങൾ മുഖേന അടുത്തുള്ളവനാണ്. ആ അർത്ഥത്തിൽ അവൻ ഖരീബാണ്. ഇതിൻ്റെ മറ്റൊരു രൂപം എന്താണ്? അള്ളാഹു തന്നെ അടുത്തുള്ളവനാണ്. അങ്ങനെയും ഉണ്ടാകുന്ന സന്ദർഭങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് പറയാം. ഒന്ന്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ മുഖേന അടുത്തുണ്ടാവുക, അഥവാ പ്രാർത്ഥനക്ക് ഉത്തരം നൽകിക്കൊണ്ട് റബ്ബ് നിന്റെ കൂടെയുണ്ട്, നിന്റെ അടുത്തുണ്ട്. നിന്റെ വിളി കേട്ടുകൊണ്ട്, നിന്റെ സംസാരം കേട്ടുകൊണ്ട് റബ്ബ് നിന്റെ അടുത്തുണ്ട്. മനസ്സിലായില്ലേ? രണ്ടാമത്തെ അർത്ഥം എന്താണ്? അള്ളാഹു തന്നെ അടിമകളോട് അടുക്കുക. മറ്റു ചിലപ്പോൾ അടിമകളിൽ ചിലരെ അള്ളാഹു അവരിലേക്ക് അടുപ്പിക്കുക. ശ്രദ്ധിക്കുക, അപ്പോഴും അള്ളാഹു അടുത്താണ്. ഒന്ന്, അടിമകളോട് അള്ളാഹു അടുക്കുക. 2, അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക. മലക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ്? വൽ മലായികത്തുൽ മുഖറബൂൻ. മലക്കുകളെ കുറിച്ച് ഉള്ള പ്രയോഗമാണ്. മുഖറബുകളായ മലക്കുകൾ, അള്ളാഹുവിലേക്ക് അടുത്ത മലക്കുകൾ എന്ന്. ഇതാണ് 2 ഇനങ്ങൾ. ഇനി റബ്ബ് അവൻ്റെ വിശേഷണങ്ങൾ കൊണ്ട് അടുക്കുക എന്ന ഇനമുണ്ടല്ലോ. അള്ളാഹു അവൻ്റെ വിശേഷണങ്ങൾ കൊണ്ട് അവൻ്റെ സൃഷ്ടികളോട് അടുത്തുള്ളവനാണ്. പ്രാർത്ഥന കേട്ടുകൊണ്ട്, അവൻ പ്രാർത്ഥനക്ക് ഉത്തരം നൽകിക്കൊണ്ട് അടുത്തുള്ളവനാണ് എന്ന് പറഞ്ഞാൽ അത് 2 ഇനമുണ്ട്. അതും 2 ഇനമുണ്ട്. ഒന്ന് ആം, മറ്റൊന്ന് ഖാസ്. ഒന്ന് ആം ആയതാണ്, അഥവാ എല്ലാ സൃഷ്ടികളോടും അവൻ അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട്, അവരെ കണ്ടുകൊണ്ട്, അവരെ അറിഞ്ഞുകൊണ്ട്, അവരെ എന്തും ചെയ്യാൻ കഴിവുള്ളവനായിക്കൊണ്ട്, അവരെ വലയം ചെയ്തുകൊണ്ട് അള്ളാഹു അവരുടെ അടുത്തുണ്ട്. അവൻ 7 ആകാശങ്ങൾക്ക് മുകളിലാണ്. അതോടൊപ്പം അവൻ്റെ അറിവ്, അവൻ്റെ കാഴ്ച, അവൻ്റെ കഴിവ്, ഇതെല്ലാം കൊണ്ട് അള്ളാഹു പടപ്പുകളോട് അടുത്തുണ്ട്. ഇതേതുപോലെയാണ്? അള്ളാഹുവിൻ്റെ മഅയ്യത്ത് പറയുന്നത് പോലെയാണ്. ഇത് മഅയ്യത്ത് എന്നാൽ എന്താണ്? അള്ളാഹു കൂടെ ഉണ്ട് എന്ന് പറയുക. അതേപോലെയാണ് എന്ത്? അള്ളാഹു അടുത്തുണ്ട് എന്ന് പറയലും. രണ്ടാമത്തേത് ശ്രദ്ധിക്കുക, അള്ളാഹു അവനെ ആരാധിക്കുന്ന, അവനോട് തേടുന്നവരോട് അടുത്തുള്ളവരാണ്, അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ട്. ആദ്യത്തേത് എല്ലാവരോടും ഉള്ളതാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബത്ത് ഒരിക്കൽ ഒരു യാത്രക്കിടയിൽ ഉച്ചത്തിൽ ചില ദിക്റുകൾ ചൊല്ലിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർബഉ അലാ അൻഫുസികും ഇന്നകും ലാ തദ്ഊന അസമ്മ വലാ ഗായിബ. നിങ്ങൾ പതുക്കെ പറയുക,
നിങ്ങൾ വിളിക്കുന്നത് ഒരു അസമ്മിനെയല്ല, കേൾക്കാത്തവനെയല്ല, വലാ ഗായിബ, ഇവിടെ ഇല്ലാത്തവനെയല്ല. ഇന്നകും തദ്ഊന സമീഅൻ ഖരീബ, മറിച്ച് നിങ്ങൾ പ്രാർത്ഥനകൾ കേൾക്കുന്ന അടുത്തുള്ളവനെയാണ് നിങ്ങൾ വിളിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അതുകൊണ്ട് നോക്കൂ, ദുആഇന്റെ പൊതുവെയുള്ള മര്യാദ എന്താണ്? പ്രാർത്ഥനയുടെ പൊതുവെയുള്ള മര്യാദ എന്താണ്? പതുക്കെ പ്രാർത്ഥിക്കാവുന്നതാണ്, പതുക്കെ പ്രാർത്ഥിക്കാവുന്നതാണ്. كافها يا عين صاد ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا. ذكر رحمة ربك عبده زكريا, നിന്റെ റബ്ബ് സക്കരിയാക്ക് ചെയ്ത റഹ്മത്തിനെ കുറിച്ചുള്ള വർത്തമാനമാണ് ഈ പറയാൻ പോകുന്നത്. إذ نادى ربه نداء خفيا, സക്കരിയ അലൈഹിസ്സലാം തൻ്റെ റബ്ബിനെ ഖഫിയായി പതുക്കെ വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം. അഥവാ ആരും കാണാത്ത, ആരും കേൾക്കാത്ത, പ്രത്യേകിച്ച് രാത്രി സന്ദർഭങ്ങളിൽ ഒരാൾ പറയാതെ യാ റബ്ബ് യാ റബ്ബ് എന്നുള്ള വിളി, അത് പടപ്പുകൾ ആരും കേട്ടിട്ടില്ലെങ്കിലും അത് റബ്ബിലേക്ക് ഉയർന്നു പോകുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ വിളി കേൾക്കുന്നുണ്ട്. പ്രാർത്ഥനയുടെ പൊതുവെയുള്ള മര്യാദയാണ് എന്ത്? മെല്ലെ പ്രാർത്ഥിക്കാറുണ്ട്, ഒച്ചയിടരുത്, അതിരൂടരുത്. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചിട്ടുള്ള, അല്ലെങ്കിൽ വിലക്ക് വന്നിട്ടില്ലാത്ത ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചതുകൊണ്ട് കുഴപ്പമില്ല, ഉച്ചത്തിൽ ദുആ ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ഉച്ചത്തിൽ ദുആ ചെയ്തിട്ടുണ്ട്. പൊതുവെയുള്ള മര്യാദ എന്താണ്? പതുക്കെ പ്രാർത്ഥിക്കുക എന്നതാണ്. ഇപ്പോൾ നോക്കൂ, അള്ളാഹു പ്രാർത്ഥിക്കുന്നവരുടെ അടുത്തുണ്ട്, അവർക്ക് ഉത്തരം നൽകിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ അടുത്തുണ്ട്. അള്ളാഹു അവൻ്റെ നല്ലവരായ അടിമകളോട് അടുക്കുന്നതാണ്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, മൻ തഖറബ ഇലയ്യ ശിബ്റൻ തഖറബ്തു ഇലൈഹി ദിറാഅ വമൻ തഖറബ ഇലയ്യ ദിറാഅൻ തഖറബ്തു ഇലൈഹി ബാഅ വഇദാ അഖ്ബല ഇലയ്യ യംശി അഖ്ബൽതു ഇലൈഹി ഉഹർവിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ആരെങ്കിലും എന്നോട് ഒരു ഷിബ്ർ അടുത്താൽ, ഷിബ്ർ എന്നാൽ ഒരു ചാണെടുത്താൽ, ചാണെന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മുടെ കൈപ്പത്തി എടുത്താൽ അതിൻ്റെ നടുവിലെ വിരലിൻ്റെ അറ്റം മുതൽ കൈപ്പത്തിയുടെ താഴ്ഭാഗം വരെ, ഇതിനാണ് ഷിബ്ർ എന്ന് പറയുക. അത്രയും എടുത്താൽ അള്ളാഹു ഒരു ദിറാ അടുക്കുന്നതാണ്. ദിറാ എന്നാൽ അതുപോലെ അഥവാ ഈ കൈപ്പത്തിയുടെ അറ്റം മുതൽ കൈമുട്ട് വരെ. നേരത്തെ ഞാൻ പറഞ്ഞത് ഷിബ്റിൻ്റെ വലിപ്പമാണ്. ഷിബ്റിൻ്റെ വലിപ്പം എന്നാൽ ഒരു കൈപ്പത്തിയുടെ വലിപ്പമാണ്, ഒരു കൈപ്പത്തിയുടെ വലിപ്പമാണ്. അതേസമയം ദിറാ എന്ന് പറഞ്ഞാൽ അത് ഒരാളുടെ നടുവിരലിൻ്റെ അറ്റം മുതൽ കൈമുട്ട് വരെയുള്ള അകലമാണ്. അള്ളാഹു പറയുകയാണ്, ആരെങ്കിലും എന്നോടൊരു ദിറാ അടുത്താൽ ഞാൻ നമ്മളൊരു ബാ അടുക്കുന്നതാണ്. ബാ എന്ന രണ്ട് കൈകളും നമ്മൾ രണ്ട് വശത്തേക്ക് നീട്ടിപ്പിടിച്ചാൽ ഒരു കൈ മുതൽ അടുത്ത കൈ വരെയുള്ള അകലത്തിലാണ് എന്ത് പറയുന്നത്? ബാ എന്ന് പറയുന്നത്. ഷിബ്ർ ഞാൻ പറഞ്ഞു, അതായത് ഒരു കൈപ്പത്തിയുടെ വലിപ്പമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞത് മുകളിൽ അതിൻ്റെ നടുവിരലിൻ്റെ അറ്റം മുതൽ താഴ്ഭാഗം വരെ എന്നാണ്. അങ്ങനെയല്ല, ഒരു വിരൽ തൊട്ട് അടുത്ത വിരൽ വരെ കൈപ്പത്തിയുടെ അകലത്തിനാണ് ഷിബ്ർ എന്ന് പറയുക, കൈപ്പത്തിയുടെ അകലം. അതേസമയം നടുവിരലിൻ്റെ അറ്റം മുതൽ കൈമുട്ട് വരെ, അതാണ് ദിറാ. ബാ എന്നാൽ രണ്ട് കൈകളും രണ്ടു വശത്തേക്ക് നീട്ടിപ്പിടിച്ചാൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, ഇതിനാണ് ബാ എന്ന് പറയുന്നത്.
അല്ലാഹു റബ്ബുൽ ആലമീൻ ഇങ്ങനെ അടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഹദീസിന്റെ ബാക്കി എന്താണ്? ഒരടിമ എന്നിലേക്ക് നടന്നെടുത്താൽ ഞാൻ അവരിലേക്ക് ഓടിയെടുക്കുന്നതാണ്. ഈ ഹദീസ് പണ്ഡിതന്മാർ ഈ അർത്ഥത്തിലുള്ള ഖുർബാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അഥവാ അടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രാർത്ഥനക്ക് ഉത്തരം നൽകിക്കൊണ്ട് അവരുടെ ശബ്ദം കേട്ടുകൊണ്ട് അവൻ്റെ നല്ലവരായ അടിമകളോട് അവൻ്റെ സിഫത്തുകൾ മുഖേന അവൻ്റെ വിശേഷണങ്ങൾ മുഖേനയുള്ള അള്ളാഹുവിൻ്റെ അടുപ്പമാണ് ഈ ഹദീസിൽ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തത് അള്ളാഹു തന്നെ അടിമകളോട് അടുക്കുക, അല്ലെങ്കിൽ അടിമകളെ അള്ളാഹുലേക്ക് അടുപ്പിക്കുക എന്ന ഖുർബാൻ. ആ രൂപത്തിൽ അള്ളാഹു അടുക്കുക എന്നർത്ഥമാണ്. ശരിക്കും ശ്രദ്ധിക്കുക. നമ്മൾ രണ്ടിനങ്ങൾ പറഞ്ഞു. ഒന്ന് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ മുഖേന അടുക്കുക. അത് തന്നെ രണ്ടിനമുണ്ട്. ഒന്ന് എല്ലാ സൃഷ്ടികളോടും അള്ളാഹു അടുത്തുള്ളവനാണ്. ഏതർത്ഥത്തിൽ? അവരുടെ ശബ്ദം അള്ളാഹു കേൾക്കുന്നു, അവരവൻ അറിയുന്നു, അവൻ കാണുന്നു എന്നർത്ഥത്തിൽ. രണ്ടാമത്തത് അവരിലെ നല്ലവരായ അവനോട് പ്രാർത്ഥിക്കുന്ന അടിമകളോടുള്ള അള്ളാഹുവിൻ്റെ അടുപ്പമാണ്. അതും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ മുഖേനയുള്ള അടുപ്പമാണ്. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ട് അള്ളാഹു അവരോട് അടുത്തിട്ടുള്ളവരാണ്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ മുഖേനയുള്ള അവൻ്റെ അടുപ്പം, അതിൻ്റെ രണ്ടിനമാണ് ഇതുവരെ പറഞ്ഞത്. ഇനി രണ്ടാമത്തത് അള്ളാഹു അവൻ്റെ അടിമകളോട് അടുക്കുക, വിശേഷണങ്ങൾ മുഖേനയല്ല, അവൻ്റെ ദാത്ത് കൊണ്ട് തന്നെ. അല്ലെങ്കിൽ അടിമകളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക. അതിന് ഉദാഹരണമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയോടടുത്ത ആകാശത്തിലേക്ക് രാത്രിയുടെ അവസാന ഭാഗം ബാക്കിയുള്ളപ്പോൾ അള്ളാഹു ഇറങ്ങി വരിക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ധാരാളക്കണക്കിന് സഹാബിമാർ ഉദ്ധരിച്ച മുതവാത്തിറായ അനവധി പരമ്പരകളിലൂടെ വന്നിട്ടുള്ള ഹദീസാണ് എന്ത്? റബ്ബിൻ്റെ നുസൂലിനെ സംബന്ധിച്ചിട്ടുള്ള ഹദീസ്. അള്ളാഹുവിൻ്റെ നുസൂൽ, അള്ളാഹു അവൻ്റെ അടിമകളിലേക്ക് രാത്രിയുടെ അന്ത്യയാമത്തിൽ ഭൂമിയോടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന ഹദീസ്. യൻസിലു റബ്ബുന തബാറക വതആല ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ ഫയഖൂലു മൻ യദ്ഊനി ഫഅസ്തജീബ ലഹു വമൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു വമൻ യസ്അലുനി ഫഉഅതിയഹു. നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല രാത്രിയുടെ 1/3 അവസാന ഭാഗം ബാക്കിയുള്ളപ്പോൾ ഭൂമിയോടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരികയും അടിമകളോട് ചോദിക്കുകയും ചെയ്യും, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ, ഞാൻ അവർക്ക് ഉത്തരം നൽകാം. ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഞാൻ അവർക്ക് നൽകാം. ആരുണ്ട് എന്നോട് ഇസ്തിഗ്ഫാർ, പാപമോചനം തേടാൻ, ഞാൻ അവന് പുറത്തു കൊടുക്കാം. വളരെ ശ്രദ്ധിക്കുക. ഈ ഹദീസ് ഇങ്ങനെ വിശ്വസിക്കേണ്ടവനാണ് മുസ്ലിം. അതല്ലാതെ അശ്അരികളെപ്പോലെ ജഹ്മികളെപ്പോലെ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിക്കുകയും ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന കക്ഷികളെപ്പോലെ ഇതിനെ നിഷേധിച്ചാൽ അവൻ സുബ്ഹിനു മുമ്പ് തഹജ്ജുദിന്റെ നേരത്ത് എഴുന്നേറ്റാൽ അള്ളാഹുവിനോട് തേടുമ്പോൾ എന്ത് വികാരമാണ് അവനുണ്ടാവുക? ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ നുസൂലിനെ നിഷേധിക്കുന്നവൻ ഈമാനികമായി എന്താണ് അവൻ അനുഭവപ്പെടുക? ഒന്നും അവന് അനുഭവപ്പെടാനില്ല. ചില ആളുകൾ പറഞ്ഞിട്ടുള്ളതുപോലെ അള്ളാഹു അവൻ്റെ അടിമകൾക്ക് അവനെ സ്വർഗത്തിൽ കാണിച്ചു കൊടുക്കും, അവൻ്റെ മുഖത്തേക്ക് നോക്കുക എന്നത് അടിമകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതിനെ നിഷേധിക്കുന്ന കക്ഷികളുണ്ട്. അവരിൽപ്പെട്ട ഒരാൾ സദസ്സിലുണ്ടായിരിക്കെ ഒരാൾ പറഞ്ഞു, ശരി എങ്കിൽ ഞാനിതാ പ്രാർത്ഥിക്കുകയാണ്, ജനങ്ങളെങ്ങളൊക്കെ ആമീൻ പറയണം. അള്ളാഹുവേ, നാളെ പരലോകത്ത് നീ നിന്റെ മുഖം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, ഞങ്ങൾക്ക് നിന്നെ നോക്കാൻ നീ തൗഫീഖ് ചെയ്യണേ. ഇയാൾക്ക് റബ്ബേ നീ ആ കാഴ്ച മുടക്കണമേ, ഇയാൾക്ക് നിന്നെ നീ കാണിച്ചു കൊടുക്കരുത്. അപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങനെ പറയരുത്. ചോദിച്ചു, നിങ്ങളിൽ ഇതിനെ നിഷേധിക്കുന്ന ആൾ, പിന്നെ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? അള്ളാഹുവിനെ കാണുമെന്നതിനെ നിങ്ങൾ നിഷേധിക്കുന്നു, അള്ളാഹുവിൻ്റെ സിഫത്തിനെ നിഷേധിക്കുന്നവരാണവർ. കാരണം റബ്ബിനെ മുഅ്മിനുകൾ കാണുക എന്ന് പറഞ്ഞാൽ അത് മുഅ്മിനുകളുടെ പ്രവൃത്തി മാത്രമല്ല അതിലുള്ളത്, അള്ളാഹുവിൻ്റെ ഒരു വിശേഷണം അതിലുണ്ട്. എന്താണത്? തജല്ലി. അള്ളാഹു പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അടിമകൾക്ക് അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കുക. അതുകൊണ്ടാണ് കാണുന്നത്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടില്ലേ, മൂസ അലൈഹിസ്സലാം റബ്ബിന്റെ സംസാരം കേട്ടു. റബ്ബിന്റെ സംസാരം കേട്ടപ്പോൾ മൂസ അലൈഹിസ്സലാമിന് റബ്ബിനെ കാണാൻ കൊതി തോന്നി. മൂസാ നബി റബ്ബിനോട് പറഞ്ഞു, റബ്ബി അരിനി കൈഫ തുഹിൽ മൗ, റബ്ബി അരിനി അൻദുർ ഇലൈക്, റബ്ബേ നീ എനിക്ക് നിന്നെ കാണിച്ചു തരൂ. അൻദുർ ഇലൈക്, ഞാൻ നിന്നിലേക്ക് നോക്കട്ടെ, ഞാൻ നിന്നെ നോക്കട്ടെ. എന്താണ് അള്ളാഹു പറഞ്ഞത്? ലൻ തറാനി വലാകിൻ അൻദുർ ഇലൽ ജബൽ, നിനക്ക് എന്നെ കാണാൻ സാധിക്കുകയില്ല,
അഥവാ ദുനിയാവിൽ കാണുക മനുഷ്യർക്ക് അതിനുള്ള ശേഷിയില്ല. ഫലം നീ ആ പർവ്വതത്തിലേക്ക് നോക്ക്, അത് അതിൻ്റെ സ്ഥാനത്തുണ്ടെങ്കിൽ നിനക്ക് എന്നെ കാണാം. ഫലമ്മ തജല്ല റബ്ബുഹു ലിൽ ജബൽ, എന്താണ് അള്ളാഹു പറഞ്ഞത്? അള്ളാഹു പർവ്വതത്തിന് അവനെ കാണിച്ചു കൊടുത്തപ്പോൾ, തജല്ല, അള്ളാഹുവിന്റെ സിഫത്താണ് എന്ത്? തജല്ലി, അവൻ പ്രത്യക്ഷപ്പെടുമെന്നത്, അവനെ കാണിച്ചു കൊടുക്കുമെന്നത്. പർവ്വതം പൊട്ടി തകർന്നു പോയി. മൂസ അലൈഹിസ്സലാം ബോധരഹിതനായി വീണു. അലൈഹിസ്സലാം എഴുന്നേറ്റപ്പോൾ പറഞ്ഞു, അള്ളാഹു ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാവനാണ്. ഈ ബലിഷ്ഠമായ പർവ്വതത്തിന് പോലും റബ്ബിനെ കണ്ടു നിൽക്കാൻ ശേഷിയില്ല, തകർന്നു പോകും. എന്നാൽ സ്വർഗത്തിൽ നാളെ പരലോകത്ത് മുഅ്മിനുകൾക്ക് അള്ളാഹു അതിനുള്ള ശേഷി നൽകും, അവനെ കണ്ടു നിൽക്കാൻ. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതിനോളം സുഖമുള്ള മറ്റൊരു കാര്യവുമില്ല. മുഅ്മിനുകൾ അതിനാണ് ജീവിക്കുന്നത്. ദുനിയാവിൽ അവരുടെ ഏറ്റവും സുഖമുള്ള അനുഭവം അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹമാണ്. ഷൗഖു ഇലാ ലിഖാഇല്ലാഹ്, അള്ളാഹുവിനെ കാണാനുള്ള അതിയായ ആഗ്രഹം. പരലോകത്തെ അവരുടെ ഏറ്റവും വലിയ സുഖം അള്ളാഹുവിനെ കാണുക എന്നതാണ്, സ്വർഗത്തിലെ റബ്ബിനെ കാണുക എന്നത്. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നോക്കൂ, റബ്ബിന്റെ ഈ സിഫത്തിനെ അവർ നിഷേധിക്കുന്നു. അള്ളാഹു അവനെ കാണിച്ചു കൊടുക്കുന്നു എന്നതിനെ നിഷേധിക്കുന്നു. അതുപോലെയാണ് അള്ളാഹു ഇറങ്ങി വരുന്നതിനെ നിഷേധിക്കുന്ന ജഹ്മികൾ, അതിനെ പരിഹസിക്കുന്ന ശാരികൾ. ഇവിടെയുള്ള മുസ്ലിയാക്കന്മാർ ചോദിക്കാറുണ്ട്, ഇവിടെ രാത്രിയാകുമ്പോൾ അമേരിക്കയിൽ പകലല്ലേ, അപ്പൊ വേറെ സ്ഥലത്ത് പകലല്ലേ എന്ന് ചോദിച്ചു വളരെ മോശമായ രൂപത്തിൽ. ഈ മജ്ലിസിൽ, ഈ മസ്ജിദിൽ വെച്ച് നമുക്ക് പറയാൻ പോലും, ഉദ്ധരിക്കാൻ പോലും പ്രയാസമാകുന്ന പരിഹാസത്തിന്റെ വാക്കുകൾ അള്ളാഹുവിനെ കുറിച്ച് മുസ്ലിയാക്കന്മാർ പറയാറുണ്ട്. ഇതാരുടെ വാക്കിനാണ് പരിഹസിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെ. എത്ര സഹാബിമാരാണ് ഉദ്ധരിച്ചത്? ഏതെങ്കിലും ഒരു സഹാബി ഇതുപോലത്തെ യുക്തിവാദികളുടെ വിഡ്ഢിച്ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചോ? ചോദിച്ചിട്ടില്ല. കാരണം അവർക്ക് അള്ളാഹുൽ യഥാർത്ഥ വിശ്വാസമുണ്ട്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യത്തിലും കഴിവുള്ളവരാണ്. പിന്നെ മുഅ്മിനുകൾക്ക് എന്ത് പ്രയാസം അത് വിശ്വസിക്കാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ മുസ്ലിമും നിസ്കാരത്തിൽ ഫാത്തിഹ ഓതവേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും ഹമിദനി അബ്ദി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർറഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും അസ്നാ അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ വാഴ്ത്തിയിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും ഇതെനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ളതാണ്, അവൻ ചോദിക്കുന്നത് അവനുണ്ടായിരിക്കും. അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് ഇഹ്ദിന സിറാത്ത മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. അള്ളാഹു പറയും ഹാദാ ലിഅബ്ദി വലിഅബ്ദി മാ സഅൽ, ഇതെൻ്റെ അടിമക്കുള്ളതാണ്, അടിമക്ക് അവൻ ചോദിച്ചതുണ്ടായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു. ഒരൊറ്റ സഹാബി ചോദിച്ചോ, നബിയെ ദുനിയാവിൽ എത്ര ആളുകൾ ഒരേ സമയത്ത് നിസ്കരിക്കും, ഒരേ സമയത്ത് ഇത് ചൊല്ലും, എങ്ങനെയാണ് അള്ളാഹു അവരോട് മറുപടി പറയുകയെന്ന്? ഒരു സഹാബിയും ചോദിച്ചിട്ടില്ല. മുസ്ലിമീങ്ങൾ അത് വിശ്വസിക്കുന്നു. ഓരോ മുഅ്മിൻ ദുനിയാവിന്റെ ഏതൊക്കെ ഭാഗത്തുനിന്ന് കോടിക്കണക്കിന് മുഅ്മിനുകൾ ഇത് പറയുന്നുണ്ടോ, അള്ളാഹു അവർക്ക് മറുപടി നൽകാൻ കഴിവുള്ളവരാണ്. അള്ളാഹു മറുപടി പറയും. നീയുമായിട്ടാണോ അള്ളാഹുവിനെ താരതമ്യം ചെയ്യുന്നത്? കഴിവുകെട്ട പടപ്പുകളോടാണോ അള്ളാഹുവിനെ താരതമ്യം ചെയ്യുന്നത്? അള്ളാഹു ഭൂമിയോടടുത്ത ആകാശത്തിലേക്ക് രാത്രിയുടെ 1/3 ബാക്കിയുള്ളവയെ ഇറങ്ങി വരും. മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു, അഹ്ലുസുന്ന വിശ്വസിക്കുന്നു. അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ ഇറങ്ങി വരുമ്പോൾ അവന്റെ പടപ്പുകളോട് അടുത്തായിരിക്കും. എങ്ങനെ അടുത്തായിരിക്കും? വിശേഷണങ്ങൾ കൊണ്ട് അടുത്തായിരിക്കും എന്ന ഒരു രൂപമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇത് അങ്ങനെയല്ല, മറിച്ച് അള്ളാഹു തന്നെ പടപ്പുകളോട് അടുത്തായിരിക്കും. ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം ശ്രദ്ധിക്കുക, അള്ളാഹു ഭൂമിയോടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വന്നാലും പടപ്പുകളോട് അടുത്താലും അവന്റെ മുകളിലൊന്നും ഉണ്ടാവുകയില്ല, അവൻ എല്ലാത്തിനും മുകളിൽ തന്നെയാണ്. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ മുകളിൽ അവന്റെ സൃഷ്ടി ഉണ്ടാവുക എന്നത് ഒരിക്കലും സംഭവിക്കില്ല. അവൻ എല്ലാത്തിനും മുകളിൽ തന്നെയാണ്. അവന്റെ മുകളിൽ ആ സമയത്തും യാതൊന്നുമില്ല. അള്ളാഹു ഉലൂവിലായിരിക്കെ, മുകളിലായിരിക്കെ അടുത്തുള്ളവനാണ്, അടുത്തുണ്ടായിരിക്കെ എല്ലാത്തിനും മുകളിലുള്ളവരാണ്. ഇതാണ് മുസ്ലിമീങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുന്നത്. നമുക്കതിൻ്റെ രൂപം എന്താണ്, അത് എങ്ങനെയാണ് എന്ന് നമുക്ക് സങ്കല്പിച്ചുണ്ടാക്കാനോ അത് മനസ്സിൽ രൂപപ്പെടുത്താനോ നമുക്ക് സാധ്യമല്ല. കാരണം നമ്മുടെ കണ്ണിന് പരിധി ഉള്ളതുപോലെ, കാതിന് പരിധി ഉള്ളതുപോലെ ബുദ്ധിക്ക് പരിധിയുണ്ട്. കണ്ണിന് പരിധിയില്ലേ? ഉണ്ട്. വളരെ ദൂരെ ഉള്ളവർക്ക് കാണാൻ സാധിക്കുകയില്ല, വളരെ ദൂരെ ഉള്ളത് കാണാൻ സാധിക്കുകയില്ല. ശബ്ദം ഇത്ര പരിധിക്ക് താഴെ ഉള്ളത് എനിക്ക് കേൾക്കാൻ സാധിക്കില്ല, ഇത്ര പരിധിക്ക് മുകളിലുള്ളത് കേൾക്കാൻ സാധിക്കില്ല. പഠിച്ചവരോട് ചോദിച്ചു നോക്കൂ. കടലിന്റെ മുന്നിൽ നിന്നാൽ, സമുദ്രത്തിന്റെ മുന്നിൽ അപ്പുറത്തെ കര കാണുന്നുണ്ടോ? നോക്കി,
അപ്പുറത്ത് കരയുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കണ്ണിന് പരിധിയുണ്ട്, കാതിന് പരിധിയുണ്ട്, അതുപോലെ ബുദ്ധിക്കും പരിധിയുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നു, അവൻ അവൻ്റെ അടിമകളിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ അവൻ്റെ അടിമകളോട് അവൻ അടുക്കും. രണ്ടാമത്തേത് മറ്റൊരു ഉദാഹരണം നോക്കൂ നിങ്ങൾ. മറ്റൊരു ഉദാഹരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു മിഅ്റാജിന് കൊണ്ടുപോയി, മുകളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ഭൂമിയിലുള്ളപ്പോൾ ഉള്ളതിനേക്കാൾ അടുത്തു. അള്ളാഹുവിന്റെ വിശേഷണങ്ങളോടല്ല, മറിച്ച് അള്ളാഹുവിനോട് അടുത്തു. അതാണ് പറഞ്ഞത്. അള്ളാഹു അവന്റെ അടിമകളോട് അടുക്കും. അവന്റെ അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്നവരെ അവനിലേക്ക് അടുപ്പിക്കും. അള്ളാഹുവിന്റെ ഖരീബ് എന്ന പേരിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ഞാൻ 2-3 കാര്യങ്ങൾ ഇതിൻ്റെ വശങ്ങൾ വേർതിരിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇനിയും ആവർത്തിക്കുന്നില്ല. ഇനി അതിൽ സംശയം തോന്നുന്നവർ നമ്മൾ ഇത് ഒന്നുകൂടി കേട്ടാൽ ഇൻഷാ അല്ലാഹ് കൂടുതൽ മനസ്സിലാകും. അള്ളാഹുവിൻ്റെ ഖുർബ് എന്താണ്? അവൻ അടുക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ വിശേഷണങ്ങൾ കൊണ്ടടുക്കുക, അവൻ തന്നെ അടുക്കുക. ഇങ്ങനെ രണ്ടുണ്ട്. അവൻ്റെ വിശേഷണങ്ങൾ കൊണ്ടടുക്കുക എന്നതിൽ 2 ഇനമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് എല്ലാവരോടും ഉള്ളത്, 2 അവൻ്റെ നല്ലവരായ അടിമകളോടും ഉള്ളത്. അള്ളാഹു അവൻ അടിമകളോട് അടുക്കും, അതുപോലെ അടിമകളെ അവൻ അവരിൽ ചിലരെ അവനിലേക്ക് അടുപ്പിക്കുകയും ചെയ്യും. ഇനി സഹോദരങ്ങളെ, റബ്ബിൻ്റെ പേരുകളിൽ രണ്ടാമത് നമ്മൾ പറഞ്ഞത് മുജീബ് എന്ന അള്ളാഹുവിൻ്റെ പേരാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്നവരാണ്. അതാണ് മുജീബ് എന്ന പേരിൻ്റെ ആ പേരിൽ അടങ്ങിയിട്ടുള്ള വിശേഷണം. ഇജാബ, അള്ളാഹു ഇജാബത്ത് നൽകുന്നവനാണ്. അവൻ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നവനാണ്. അതുകൊണ്ട് ഒരു അടിമ ഒരിക്കലും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് ഒരു കാര്യമില്ലാത്ത ഫലമില്ലാത്ത പ്രവർത്തനമാണ് എന്ന് വിചാരിക്കരുത്. ഒരിക്കലുമല്ല. അള്ളാഹുവിനോട് തേടിയോ അതിന് ഫലമുണ്ട്, റബ്ബിനോട് തേടിയോ ഫലമുണ്ട്. ഉത്തരം നൽകാനാണ് അള്ളാഹു നിനക്ക് ദുആ ചെയ്യാൻ തോന്നിപ്പിച്ചത്. അല്ലെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തൗഫീഖ് ലഭിച്ചോ ഇല്ലേ എന്നതിലാണ് നമ്മൾ ബേജാറാകേണ്ടത്. എനിക്ക് ദുആ ചെയ്യാൻ പറ്റുമോ ഇല്ലേ, ഉത്തരത്തെക്കുറിച്ച് നിനക്ക് ബേജാറ് വേണ്ട. അത് അള്ളാഹു ഏറ്റെടുത്തിരിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല ഉറപ്പ് നൽകിയിട്ടുള്ള കാര്യമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ നിങ്ങൾ, ഇദാ ദഅ അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും ദുആ ചെയ്താൽ, ഫലാ യഖുൽ, അവൻ പറയരുത് അല്ലാഹുമ്മഗ്ഫിർ ലീ ഇൻ ശിഅത, അല്ലാഹുവേ നീ ഉദ്ദേശിക്കുന്നെങ്കിൽ നീ എനിക്ക് പുറത്തു കൊണ്ട, അല്ലാഹുവേ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നീ എനിക്ക് കരുണ ചൊരിയൂ എന്ന് നിങ്ങൾ ആരും പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, മനസ്സിലായില്ലേ? അല്ലാഹുവേ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്കത് തരണേ, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് തരണേ, അങ്ങനെ ചോദിക്കരുത്, അങ്ങനെ പറയരുത്. കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നല്ലാഹ ലാ മുക്രിഹ ലഹ്, അള്ളാഹുവിനെ നിർബന്ധിച്ച് ചെയ്യിക്കാൻ ആരുമില്ല. അള്ളാഹു ഉദ്ദേശിച്ചാലേ തരുള്ളൂ. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലേ നൽകുകയുള്ളൂ. അത് അതേപോലെ നൽകാൻ അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലേ നൽകുകയുള്ളൂ. ദുആക്ക് ഉത്തരം അള്ളാഹു വാഗ്ദാനം നൽകിയതാണ്. പക്ഷെ ഉത്തരം അത് പല രൂപത്തിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ അങ്ങനെ ചോദിക്കരുത്. വലാകിൻ ലിയഅസിം അൽ മസ്അല, മറിച്ച് ചോദ്യം അവൻ ഉറപ്പിച്ച് ചോദിക്കട്ടെ. വൽ യുഅദ്ദിം അർറഗ്ബ, അവൻ തൻ്റെ ആഗ്രഹം വലുതാക്കിക്കൊള്ളട്ടെ. നീ വിചാരിക്കണ്ട അത്രയും വലുത് അത് നടക്കുമോ, ആരോടാണ് തേടുന്നത്, ആരോടാണ് ചോദിക്കുന്നത്. എത്ര വാതിലുകൾ അടഞ്ഞിട്ടുണ്ടെങ്കിലും നീ വിചാരിക്കരുത് അള്ളാഹുവിനോട് തേടുമ്പോൾ ഇതൊന്നും തുറക്കാൻ സാധിക്കില്ല എന്ന് വിചാരിക്കരുത്. അള്ളാഹു വിചാരിക്കാത്ത വാതിൽ അത് തുറന്നു തരും. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നീ വിചാരിക്കാത്ത വഴിയിലൂടെ നിന്റെ കാര്യം അള്ളാഹു നേടിത്തരും. യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞതുപോലെ, ഇന്ന റബ്ബി ലത്തീഫുൽ ലിമാ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് ആരും വിചാരിക്കാത്ത വഴിയിലൂടെ നേടിയെടുക്കുന്നവനാണ്. ഒരാൾക്കും ചിന്തിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് നടപ്പിലാക്കിയെടുക്കും. ഫഇന്നല്ലാഹ ലാ യതആലമുഹു ശൈഉൻ അതാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു നൽകുന്ന ഒരു കാര്യവും അവനെ സംബന്ധിച്ചിടത്തോളം വലുതല്ല. അള്ളാഹുവിനൊന്നും വലുതല്ല, അഥവാ അവന് നൽകാൻ സാധിക്കാത്തതായി യാതൊന്നും തന്നെ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവത്തിൻ
ഏതൊരു മുസ്ലിമും ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ലൈസ ഫീഹ ഇസ്മുൻ, ഒരു പാപം ഉൾക്കൊള്ളാത്ത പ്രാർത്ഥന, വല ഖതിഅതു റഹിമിൻ, ഒരു കുടുംബബന്ധം മുറിക്കാൻ അല്ലാത്ത ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചോ, ഇല്ലാ അഅതാഹു അല്ലാഹു ബിഹാ ഇഹ്ദാ സലാസ്, മൂന്നിലൊന്ന് അള്ളാഹു അവന് നൽകുക തന്നെ ചെയ്യും. ഇമ്മ അൻ തുഅജ്ജല ലഹു ദഅവതുഹു, ഒന്നുകിൽ അവൻ പ്രാർത്ഥിച്ച അത് കാര്യം അത് അങ്ങനെ തന്നെ ലഭിക്കും, അതങ്ങനെ തന്നെ ലഭിക്കും. അതാണ് അള്ളാഹുവിൻ്റെ ഹിക്മത്തിനോട് യോജിച്ചത് എങ്കിൽ, മനസ്സിലാക്കുക, അതാണ് അള്ളാഹുവിൻ്റെ ഹിക്മത്തിനോട് യോജിച്ചത് എങ്കിൽ അത് അള്ളാഹു നൽകും. وإما أن يدخرها له في الآخرة, അല്ലെങ്കിൽ അള്ളാഹു പരലോകത്ത് അവന് വേണ്ടി അത് കാത്തുവെക്കും. وإما أن يصرف عنه من السوء مثلها, അല്ലെങ്കിൽ അതിന് തുല്യമായ ഒരു അപകടം അള്ളാഹു അവനിൽ നിന്ന് നീക്കം ചെയ്യും. സഹാബത്ത് ചോദിച്ചു, ഇദൻ നുക്സിർ നബിയെ, എങ്കിൽ നമ്മൾ കുറേ ദുആ ചെയ്തോട്ടെ, ധാരാളം ധാരാളം ദുആ ചെയ്യുക, ഒരു ദുആ പോലും വേസ്റ്റായി പോവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു ദുആ പോലും, ഒരൊറ്റ ദുആ പോലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ചോദിച്ചു, നബി ഇദൻ നുക്സിർ, എങ്കിൽ ഞങ്ങൾ ധാരാളം ദുആ ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞോ? ഇല്ല, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും അധികം നൽകുന്നവനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം നൽകുന്നവനാണ്. നൽകുക എന്നത് അവന് യാതൊരു പ്രയാസവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ദുആഇന് ഉത്തരം ഉറപ്പാണ്. ദുആഇന് ഉത്തരം എന്നത് ഉറപ്പാണ്. നീ ദുആ ചെയ്യുക, ആത്മാർത്ഥമായി ദുആ ചെയ്യുക, അതിൻ്റെ നിബന്ധനകൾ പാലിക്കുക. ദുആക്ക് ഉത്തരം തടസ്സപ്പെടുന്ന കാര്യങ്ങൾ അത് ശ്രദ്ധിക്കുകയും അത് മാറ്റി നിർത്തുകയും ചെയ്യുക. ദുആഇൻ്റെ നിബന്ധനകൾ നീ പാലിക്കുക. ദുആ അതിൻ്റെ ഏറ്റവും വലിയ നിബന്ധനയാണ് അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുക എന്നത്. റബ്ബിനോട് മാത്രം ദുആ ചെയ്യുക, റബ്ബിനോട് മാത്രം അള്ളാഹു അല്ലാത്തവരോടുള്ള ദുആ അത് ശിർക്കാണ്. അള്ളാഹു അല്ലാത്തവരോടുള്ള ദുആ ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ ദുആ അള്ളാഹുവിനോട് മാത്രമുള്ള ദുആ ആണ്. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, എനിക്കുള്ള ഇബാദത്തിൽ ആരെങ്കിലും അഹങ്കരിച്ച് തിരിഞ്ഞു കളയുകയാണെങ്കിൽ അവർ നിന്ദനായി നരകത്തിൽ പ്രവേശിക്കും. അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം തേടുക, ഇഖ്ലാസോടെ പ്രാർത്ഥിക്കുക, ഇഖ്ലാസോടെ പ്രാർത്ഥിക്കുക, ഇഖ്ലാസോടെ പ്രാർത്ഥിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടിയോ ആളുകളെ കാണിക്കാൻ വേണ്ടിയോ അല്ലാതിരിക്കുക. അതുപോലെ നീ സിദ്ഖോടെ, സത്യസന്ധതയോടെ പ്രയാസപ്പെടുന്നവൻ്റെ ദുആ ചെയ്യുക, പ്രയാസപ്പെടുന്നവൻ്റെ ദുആ ചെയ്യുക. അതല്ലാതെ എങ്ങനെ ദുആ ചെയ്യരുത്? അശ്രദ്ധമായ ഹൃദയത്തോടെ ദുആ ചെയ്യരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഗാഫിലും അതുപോലെ ലാഹിൻ, അശ്രദ്ധയിലായിട്ടുള്ള മറ്റെന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടുള്ള ദുആ, അങ്ങനെയുള്ള പ്രാർത്ഥന അല്ലാഹു റബ്ബുൽ ആലമീൻ, അങ്ങനെയുള്ള ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല. മറിച്ച് അശ്രദ്ധയോടെയല്ല, ശ്രദ്ധയോടെ ബുദ്ധിമുട്ടുന്നവൻ്റെ ദുആ ചെയ്യുക. ബുദ്ധിമുട്ടുന്നവൻ്റെ ദുആ, അശ്രദ്ധമായ ഹൃദയം പാടില്ല. മനസ്സിലായില്ലേ? ഇഖ്ലാസോടെ അള്ളാഹുവിനോട് മാത്രം ഇഖ്ലാസോടെ ദുആ ചെയ്യുക, അശ്രദ്ധമായ ഹൃദയത്തോടെ അല്ലാതെ ദുആ ചെയ്യുക. പിന്നെ സഹോദരങ്ങളെ, പല മര്യാദകളും ദുആയിന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മര്യാദ ഷർത്തല്ല, അങ്ങനെ ദുആ ചെയ്താലേ കിട്ടൂ എന്നില്ല, പക്ഷേ അത് പാലിക്കേണ്ട മര്യാദകളാണ്. അങ്ങനെ പാലിച്ചാൽ ദുആന് ഉത്തരം നൽകാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ്. ഇഖ്ലാസ് ഇല്ലാത്ത ദുആ അത് സ്വീകരിക്കപ്പെടുകയില്ല. അതുപോലെ അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്ന് വരുന്ന സത്യസന്ധമല്ലാത്ത പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, ശ്രദ്ധയോടെ ദുആ ചെയ്യണം, ബുദ്ധിമുട്ടുന്നവൻ്റെ ദുആ ചെയ്യണം. പിന്നെ ദുആ സ്വീകരിക്കപ്പെടാൻ കൂടുതൽ സാധ്യത അതിന് നൽകുന്ന ചില മര്യാദകൾ അതിനുണ്ട്. അതിലൊന്നാണ് ദുആഇന്റെ തുടക്കത്തിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുക എന്നത്.
അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന വാക്കുകൾ പറയുക. ഉദാഹരണത്തിന് സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ തുടങ്ങിയ വാക്കുകൾ പറയുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് തുടങ്ങിയ പദങ്ങൾ അള്ളാഹുവിനെ പുകഴ്ത്തുന്ന പദങ്ങളാണ്. അതുപോലെ അള്ളാഹുവിനെ വാഴ്ത്തുന്ന വാക്കുകൾ പല ഹദീസുകളിലും അതുപോലുള്ള വാക്കുകൾ വന്നത് കാണാം. പല ദുആകളിൽ പല പദങ്ങൾ വന്നത് കാണാം. അതുപോലെ മര്യാദകളിൽ മറ്റൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അള്ളാഹുവിനോട് സലാത്തിനെ ചോദിക്കുക എന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്ന് പറയാം. അതല്ലെങ്കിൽ ഇബ്രാഹിമിയ സലാത്ത് കാലത്ത് നമ്മൾ ചൊല്ലുന്ന സലാത്ത് അത് പൂർണ്ണമായി പറയാം. ഇങ്ങനെ അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സലാത്തും സലാമും ചോദിക്കുക. ഖിബ്ലക്ക് നേരെ തിരിയുക. ഖിബ്ലക്ക് നേരെ തിരിഞ്ഞാൽ മാത്രമേ ദുആക്ക് ഉത്തരം കിട്ടൂ എന്നല്ല. ഖിബ്ലക്ക് നേരെ തിരിയുക. വേറൊരു വശം ആ വശത്തിന് പ്രത്യേകതയുണ്ട് എന്ന് നിലക്കൊരിക്കലും തിരിയാൻ പാടില്ല. അതേസമയം ഖിബ്ലക്ക് നേരെ തിരിഞ്ഞാലേ ദുആക്ക് ഉത്തരം നൽകുള്ളൂ, ഉത്തരം ലഭിക്കുള്ളൂ എന്നില്ല. ഒരാൾ യാത്രക്കിടയിൽ ദുആ ചെയ്യുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്ദർഭത്തിൽ ഒരാൾ കിടന്നിട്ട് ദുആ ചെയ്യണം. അയാൾ ഖിബ്ലക്ക് നേരെ അല്ല കിടന്നിട്ടുള്ളത്. ആ കിടന്ന സന്ദർഭത്തിൽ ദുആ ചെയ്യാൻ തോന്നി, ദുആ ചെയ്തു, കുഴപ്പമില്ല, ദുആ ചെയ്യാം. അതുപോലെ കൈകൾ ഉയർത്തുക, അത് ദുആയിന് ഉത്തരം ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന റബ്ബക്കും തബാറക വതആല ഹയ്യുൻ കരീമുൻ യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്റ. നിങ്ങളുടെ റബ്ബായ അള്ളാഹു അവൻ ലജ്ജയുള്ളവനാണ്, അവൻ ഉദാരനാണ്. അവനിലേക്ക് അവൻ്റെ അടിമ ഇരു കൈകൾ ഉയർത്തിയാൽ ഒന്നും കൊടുക്കാതെ മടക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് കൈകൾ ഉയർത്തുക. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി ദുആ ചെയ്ത ഒരു സന്ദർഭം, അല്ലെങ്കിൽ സ്ഥിരമായി നടന്നിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ള ഒരു കാര്യം, അതിനിടയിൽ കൈ ഉയർത്തിയതായി ഹദീസിലെങ്ങും കാണാനില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ കൈ ഉയർത്താതിരിക്കുക. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കൈ ഉയർത്താതിരിക്കുക. അതിനുദാഹരണമാണ് ഇമാം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുക. ഖുതുബയുടെ അവസാനത്തിലും ഖുതുബയുടെ മധ്യത്തിലും ഒക്കെ ഇമാം ദുആ ചെയ്തേക്കും. ആ സന്ദർഭത്തിൽ മഅ്മൂമുകളോ ഇമാമോ കൈ ഉയർത്തുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ വരാത്ത കാര്യമാണ്. അങ്ങനെ ചെയ്യേണ്ടതില്ല. അതേസമയം മഴയ്ക്ക് വേണ്ടിയുള്ള ദുആ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ച് ദുആ അതിനുവേണ്ടി കൈകൾ ഉയർത്തിയിട്ടുണ്ട്. സാധാരണ നിലക്ക് ഖതീബ് ദുആ ചെയ്യുകയാണെങ്കിൽ കൈ ഉയർത്തേണ്ടതില്ല, മഅ്മൂമുകൾ കൈ ഉയർത്തേണ്ടതില്ല. ഫർദായ നിസ്കാരത്തിന് ശേഷം കൈ ഉയർത്തേണ്ടതില്ല. മാത്രമല്ല ഫർദായ നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമലായി വന്നിട്ടുള്ളത് ദിക്റുകളാണ്, ദുആ അല്ല. ദിക്റുകളാണ് വന്നിട്ടുള്ളത്. ദുആ എവിടെയാണ് വന്നിട്ടുള്ളത്? സലാം വീട്ടുന്നതിന് മുമ്പാണ് ദുആകൾ വന്നിട്ടുള്ളത്. ഒരാൾ എപ്പോഴെങ്കിലും ആ സമയത്ത് ദുആ ചെയ്തത് കൊണ്ടോ കൈ ഉയർത്തിയത് കൊണ്ടോ എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്തത് കൊണ്ട് അയാൾ ഒരു തെറ്റ് ചെയ്തു എന്നല്ല നമ്മൾ പറയുന്നത്. മറിച്ച് അതൊരു ചര്യയാക്കാൻ തെളിവില്ല. അതേസമയം അതല്ലാത്ത ധാരാളം സന്ദർഭങ്ങളുണ്ട് നമുക്ക് കൈ ഉയർത്തി ദുആ ചെയ്യാം. കൈ ഉയർത്തി ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കാൻ സാധ്യത ഏറെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തിയ പല രൂപങ്ങളുണ്ട്. അവിടുത്തെ കൈകൾ, അതിൻ്റെ ഉൾഭാഗം, കൈകൾ ചേർത്ത് വെക്കുകയും അതിൻ്റെ ഉൾഭാഗം ആകാശത്തിലേക്കും അതുപോലെ താഴ്ഭാഗം ഭൂമിയിലേക്കുമാകുന്ന രൂപത്തിൽ, ഞാൻ പിടിച്ചതുപോലെ ഉൾഭാഗം മുകളിലേക്കും താഴ്ഭാഗം ഭൂമിയിലേക്കും വരുന്ന രൂപത്തിൽ അങ്ങനെ ദുആ ചെയ്യാം. അതുപോലെ പുറംഭാഗം ഖിബ്ലക്ക് നേരെ വരുന്ന രൂപത്തിൽ, ഉൾഭാഗം നമുക്ക് നേരെ, നമ്മുടെ മുഖത്തിന് നേരെ വരുന്ന രൂപത്തിൽ അങ്ങനെ പിടിക്കാം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ, അല്ലാഹുവിൻ്റെ റസൂൽ കൈ ഒന്നാകെ മുകളിലേക്ക് ഉയർത്തി. ബദറിൻ്റെ തലേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ദുആ ചെയ്തപ്പോൾ ചുമലിലുള്ള തട്ടം താഴെ വീഴുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എടുത്തു കൊടുക്കുകയും ചെയ്തത് ഹദീസുകൾ വന്നിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടമാണത്. കൈ രണ്ടും മുഴുവനായി മുകളിലേക്ക് ഒന്നാകെ ഉയർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അതുപോലെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദുആ ചെയ്യുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ള
ഒരു രീതിയാണ്. വിരൽ ഉയർത്തിക്കൊണ്ട് ദുആ, ഒരു വിരൽ മാത്രം ഉയർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അതുപോലെ ദുആക്ക് തടസ്സമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഹറാമായ ഭക്ഷണവും പാനീയവും വസ്ത്രവും സമ്പാദ്യവും ഉപേക്ഷിക്കുക. കാരണം അങ്ങനെ ചെയ്താൽ ദുആക്ക് ഉത്തരം ലഭിക്കാനുള്ള സാധ്യത വളരെ വിരളമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഅന്നാ യുസ്തജാബു ലിദാലിക്. അങ്ങനെ ഉള്ള ആൾക്ക് എങ്ങനെ ഉത്തരം ലഭിക്കാൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിനുള്ള സാധ്യത വളരെ വിരളമാണ്. അയാൾക്ക് ഉത്തരം ലഭിക്കാൻ ഉള്ള സാധ്യത വളരെ വിദൂരമാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. വളരെ ശ്രദ്ധിക്കുക. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, അയാൾക്ക് എങ്ങനെ ഉത്തരം ലഭിക്കാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അതിനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. റബ്ബിൻ്റെ മഗ്ഫിറത്ത് അത് വളരെ വിശാലമായ കാര്യമാണ്. അതുകൊണ്ട് ഒരാളും അള്ളാഹുവിനോട് ഞാൻ തേടിയാൽ ഉത്തരം ലഭിക്കില്ല എന്ന് വിചാരിക്കരുത്. ആരും വിചാരിക്കരുത് ഞാൻ അള്ളാഹുവിനോട് തേടിയാൽ അള്ളാഹു ഉത്തരം നൽകുകയില്ല. ആ വിചാരത്തിൽ നിന്ന് നമുക്ക് കാണാം ആളുകൾ അള്ളാഹുവിനും അവനും ഇടയിൽ ആളുകളെ വെക്കുന്നത്. അള്ളാഹുവിനും അവനും ഇടയിൽ ആളുകളെ വെക്കും. ദുആ ചെയ്യാൻ അവരോട് ആവശ്യപ്പെടും, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടും. അത് തവസ്സുലിന്റെ ഒരു ഇനമാണ്. സാലിഹായ ഒരാളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക എന്നത് അനുവദനീയമാണ്. പക്ഷേ അതൊരു ശീലമാക്കുക എന്നത് പാടില്ല. അങ്ങനെ ചെയ്യാതിരിക്കലാണ് നല്ലത്. അങ്ങനെ ചെയ്യാതിരിക്കലാണ്. നിനക്കും നിന്റെ റബ്ബിനും ഇടയിൽ ആരും നീ വെക്കേണ്ടതില്ല. സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് തബഉ താബികളിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹം പറഞ്ഞത് കാണാം, ലാ യംനഅന്ന അഹദകും ഫീമാ അലിമ മിൻ നഫ്സിഹി അൻ യദ്ഉവ ബിദ്ദുആ. നിങ്ങളിൽ ഒരാളെയും സ്വന്തം തെറ്റുകളെ കുറിച്ച് ഓർത്ത് ഒരാളും എന്ത് ചെയ്യരുത്? അള്ളാഹുവിനോട് ദുആ ചെയ്യാതിരിക്കരുത്. കാരണം ഫഇന്നല്ലാഹ ഖദ് അജാബ ദുആഅ ശർരി ഖൽഖിഹി ഇബ്ലീസ്. അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും വൃത്തികെട്ടവനായ ഇബ്ലീസിന്റെ ദുആക്ക് ഉത്തരം കൊടുത്തിട്ടുണ്ട്. റബ്ബി അൻദിർനി ഇലാ യൗമി യുബ്അസൂൻ ഖാല ഇന്നക മിനൽ മുൻദരീൻ. അള്ളാഹു എനിക്ക് ഖിയാമത്ത് നാൾ വരെ സമയം നീട്ടിത്തരണേ. അള്ളാഹു പറഞ്ഞ് നിനക്ക് നീട്ടി തന്നിരിക്കും. സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് അദ്ദേഹം പറയും, ഇബ്ലീസിനേക്കാൾ മോശക്കാരൻ ആരുണ്ട്? ആരുമില്ല. ഒരാളും അവനവന്റെ തിന്മയെക്കുറിച്ച് ഓർത്ത് എന്ത് ചെയ്യരുത്? അള്ളാഹുവിനോട് കൈകൾ നീട്ടാതിരിക്കരുത്. നിനക്കും റബ്ബിനുമിടയിൽ ആരെങ്കിലും വേണമെന്ന് നീ വിചാരിക്കരുത്. ആ വിചാരം അത് നല്ലതല്ല. തൗഹീദിന്റെ പൂർത്തീകരണത്തിന് ഏറ്റവും നല്ലതെന്താണ്? നീ റബ്ബിനോട് നേരിട്ട് തേടുക എന്നതാണ്. നിങ്ങൾ നോക്കൂ, ശിർക്കിലും ബിദ്അത്തിലും അകപ്പെട്ട ആളുകളുടെ ഒരു ഷിആറായി, അവരുടെ അടയാളമായി നമുക്ക് കാണാം ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുക എന്നത്. ഇപ്പൊ കാണാമല്ലോ ഈ മുസ്ലിയാക്കന്മാർ, ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ചില ആളുകൾ, ഇൽമിന്റെ നിലാവോ ചന്ദ്രനോ ഇങ്ങനൊക്കെ പറഞ്ഞ് കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ലൈവായി പൈസ ഉണ്ടാക്കാൻ നടക്കുന്ന ആളുകൾ. നിങ്ങൾ നോക്കിയാൽ അതിനടിയിൽ ജനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നതിനടിയിൽ കമൻ്റായി എഴുതിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ വായിച്ചാൽ 99% മുകളിൽ നിങ്ങൾക്ക് കാണാം, ഉസ്താദേ ദുആ ചെയ്യണം, ഉസ്താദേ മോളെ ജോലി, മകൾക്ക് അസുഖമാണ്, ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം പിടിക്കുന്നു, അയാൾക്ക് ജോലി കിട്ടിയിട്ടില്ല, പ്രസവം അടുത്തിരിക്കുന്നു. ഇങ്ങനെ ഓരോന്ന് കേട്ടാൽ വായിച്ചാൽ ചിലപ്പോൾ നമ്മൾ ആകെ എന്തൊരു ഭാഷാളത്തരമാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് തോന്നിപ്പോകും. ഇങ്ങനെ പറഞ്ഞ് എന്താണ് പറയുന്നത്? ആവശ്യത്തിന്റെ ആകത്തുക എന്താണ്? ദുആ ചെയ്യണം, ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. ഈ ചിന്ത ഈ ആളുകളുടെ ഒരു അടയാളമായി നമുക്ക് കാണാം. എന്ന് പറയാം, റബ്ബിനോട് നേരെ കൈ നീട്ടുക എന്നത് അവർക്ക് അവരുടെ മനസ്സിൽ കുറിച്ചിട്ടതുപോലെയാണ്. എനിക്ക് അള്ളാഹു ഉത്തരം നൽകുകയില്ല എന്നത്. മറിച്ച് ആരെയെങ്കിലും അള്ളാഹുവിനും തനിക്കുമിടയിൽ ഇടയ്ക്ക് വെക്കുക എന്നത് അവരുടെ അടയാളമാക്കി വച്ചിരിക്കുന്നു. മുഅ്മിനുകൾ, ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുക, ഒരു സാലിഹായ ഒരാളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക എന്നത് അത് ചെയ്താൽ അത് തെറ്റല്ല, ശീലമാക്കാൻ പാടില്ല. ഒരാളങ്ങനെ പറയാൻ തെറ്റല്ല. പക്ഷെ ഏറ്റവും നല്ലത് എന്താണ്? നീ നേരിട്ട് അള്ളാഹുവിനോട് തേടുക എന്നതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, സഹാബിമാരിൽ കിബാറുകളായ സഹാബിമാർ, അബൂബക്കറിനെ പോലെ ഉമറിനെ പോലെയുള്ള കിബാറുകളായ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ദീർഘകാലം ജീവിച്ച മുതിർന്ന സഹാബിമാർ, അവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ വന്നിട്ട് അവരവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് നബി ഞങ്ങൾ ദുആ ചെയ്യണം ഇങ്ങനെ പറയുന്ന ശീലം ഉണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? കിബാറുകളായ സഹാബിമാർ. മറിച്ച് സഹാബിമാർ പലപ്പോഴും നബിയോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് പൊതുവായ കാര്യങ്ങൾക്കാണ്. നബിയെ മഴയില്ല, ദുആ ചെയ്യണം. അത് ഒരാളുടെ ആവശ്യമാണോ? അല്ല, എല്ലാവരുടെയും
ആവശ്യമാണ്. കിബാറുകളായ സഹാബിമാരുടെ രീതി ഇതായിരുന്നു എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം. അതേസമയം ചില സഹാബിമാർ അങ്ങനെ വന്നിട്ടുണ്ട്. അന്ധനായ സഹാബി വന്നിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കാഴ്ച കിട്ടാൻ. ഒരു അപസ്മാരം ബാധിച്ച സഹാബി വനിത റളിയല്ലാഹു അൻഹ അവർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നബി പറഞ്ഞു ദുആ ചെയ്താൽ അള്ളാഹു മാറ്റിത്തരും, അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്താണ്, നീ ക്ഷമിക്കുക, സ്വർഗമുണ്ട്. അവർ പറഞ്ഞു ഞാൻ ക്ഷമിച്ചോളാം, പക്ഷേ എൻ്റെ വസ്ത്രം അത് അപസ്മാരം ബാധിച്ചാൽ നീങ്ങിപ്പോകുന്നുണ്ട് നബിയെ. അങ്ങനെ നീങ്ങിപ്പോകാതിരിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണം. നോക്കൂ, നിങ്ങൾ ആ അപസ്മാരം ബാധിക്കാത്ത എത്ര പെണ്ണുങ്ങളാണ് ഇന്ന് നഗ്നത മറക്കാതെ നടക്കുന്നത്? അവരെ ബാധിച്ചിട്ടുള്ള അപസ്മാരം അത് പിശാചിന്റെ അപസ്മാരമാണ്. എന്നാൽ ആ സഹാബി വനിത അത് സംഭവിക്കാതിരിക്കാൻ ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. ആ സ്ത്രീ എവിടെ നിൽക്കുന്നു? ഈ ഔറത്ത് മറക്കാത്ത സ്ത്രീകൾ എവിടെ നിൽക്കുന്നു? ഒരു രോഗവുമില്ലാതെ ആണ് എന്ത് ചെയ്യുന്നത്? ഔറത്ത് കാണിച്ച് നടക്കുന്നത്. നസ്അലുല്ലാഹു അൽ-ആഫിയ. അല്ലാഹു ഈ സ്ത്രീകൾക്ക് നേർബുദ്ധി നൽകുമാറാകട്ടെ. നോക്കൂ, അങ്ങനെ സഹാബത്തിൽ ചിലർ ദുആ ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇതാണ്: നീ റബ്ബിനും നിനക്കുമിടയിൽ ഒരാളെയും വെക്കാതിരിക്കാൻ, ഏത് കാര്യത്തിനും ഹൃദയം അല്ലാഹുവിൽ അവലംബിക്കാൻ, അവനോട് തേടാൻ ശീലിക്കുക. അത് ശീലിക്കുകയും അത് കുട്ടികളെ ശീലിപ്പിക്കുകയും ചെയ്യുക. എന്തിനും ഏതിനും, ചെറുതാകട്ടെ വലുതാകട്ടെ, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ശീലിക്കുക. വളരെ ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അവൻ ഖരീബാണ്, അവൻ മുജീബാണ്, അവൻ അടുത്തുള്ളവനാണ്, അവൻ ഉത്തരം നൽകുന്നവനാണ്. അള്ളാഹു നമ്മുടെ ദുആഇന് ഉത്തരം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت استغفرك وأتوب إليك. إن شاء الله نسكارم 5 മിനിറ്റിന് ശേഷം ആരംഭിക്കും.